കഴിഞ്ഞ ക്രിസ്മസിന് കാസർഗോഡ് ജില്ലയിലെ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ കടന്നു ചെന്ന് അവിടെ ഉണ്ടാക്കിയിരുന്ന പുൽക്കൂടിൽ വെച്ചിരുന്ന ഉണ്ണിയേശുവിന്റെ രൂപമെടുത്ത് പുഴയിലെറിഞ്ഞ ഒരു മുസ്തഫയെ കേരള സമൂഹം മറന്നു കാണില്ല. അതേ മുസ്തഫ തന്നെയാണ് ഒരു മാസത്തിന് ശേഷം വിശുദ്ധ ബൈബിൾ പരസ്യമായി കത്തിച്ച് അതിന്റെ വീഡിയോ തയ്യാറാക്കി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചതിന് അറസ്റ്റ് ചെയ്യപ്പെട്ട് റിമാൻഡിലായത്. അന്ന് മുസ്തഫ ഉണ്ണിയേശുവിന്റെ രൂപം പുഴയിലെറിഞ്ഞപ്പോൾ മുസ്തഫയ്ക്ക് മാനസിക രോഗമാണ് എന്ന് പറഞ്ഞ് മുസ്തഫയെ രക്ഷിക്കാൻ ശ്രമിച്ചവരിൽ അവിടുത്തെ CPM കാരനായ പഞ്ചായത്ത് പ്രസിഡന്റും ഉണ്ടായിരുന്നു. പിന്നീട് മുസ്തഫ തന്നെ താൻ മാനസിക രോഗിയല്ലെന്നും അന്ന് അങ്ങനെ ചിലർ പറഞ്ഞത് തന്നെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നുവെന്നും പരസ്യമായി തുറന്നു പറഞ്ഞിരുന്നു. ഇസ്ലാമിസ്റ്റുകളും CPM-ഉം തമ്മിൽ നിലനിൽക്കുന്ന അന്തർധാര എടുത്തു കാണിക്കാനാണ് ഇത്രയും പറഞ്ഞത്. നമ്മളിവിടെ പറയുന്നത് മറ്റൊരു മുസ്തഫയെ കുറിച്ചാണ്. ഇന്നലെ വൈകിട്ട് മാതൃഭൂമി ചാനലിലെ അന്ത്യചർച്ചയിൽ CPM പ്രതിനിധിയായി വന്നിരുന്ന് ക്രൈസ്തവ വിശ്വാസത്തെ പരസ്യമായി അവഹേളിച്ച പകൽ CPM-ഉം രാത്രി ഇസ്ലാമിസ്റ്റുമായ മുസ്തഫയെ കുറിച്ച് മുസ്തഫ പറഞ്ഞത് കേട്ടു നോക്കുക. 300 രൂപ ഉണ്ടായാൽ ഒരു MP ഉണ്ടാക്കി കൊടുക്കാം എന്ന് പറയുന്ന ബിഷപ്പ് നാളെ 3000 രൂപ തന്നാൽ കർത്താവിന് പകരം ഗോഡ്സെയോ ഗോൾവാക്കറെയോ പ്രാർത്ഥിക്കാൻ പറയൂലേ? അതായത് റബ്ബറിന് കിലോയ്ക്ക് 3000 രൂപ കിട്ടിയാൽ ക്രൈസ്തവർ ഗോഡ്സെയും സവർക്കറെയും ആരാധിക്കുമെന്നാണ് CPM പ്രതിനിധി മുസ്തഫ മാതൃഭൂമി ചാനലിലെ അന്ത്യചർച്ചയിൽ വന്നിരുന്ന് ആരോപിക്കുന്നത്. മുസ്തഫയോടും മുസ്തഫയെ അന്ത്യചർച്ചയ്ക്ക് അയച്ച CPM എന്ന പാർട്ടിയെയും ചരിത്രത്തിൽ നിന്ന് ചില സത്യങ്ങൾ ഓർമ്മിപ്പിച്ചു തരാം. ക്രിസ്തുവിനെ ആരാധിക്കുന്നതിന്റെ പേരിൽ, ക്രിസ്തുവിനെ തള്ളിപ്പറയാത്തതിന്റെ പേരിൽ ചരിത്രത്തിൽ ഏറ്റവും അധികം ക്രൈസ്തവർ വധിക്കപ്പെട്ടിരിക്കുന്നത് ഇസ്ലാമിക ഭീകര സംഘടനകൾ വഴിയാണ്. രണ്ടാമതായി കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ നടത്തിയ പീഡനങ്ങളുടെ ഇരകളായിട്ടും. അല്ലാതെ സംഘപരിവാറിന്റെ കരങ്ങൾ വഴിയല്ല ഏറ്റവും അധികം ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെട്ടതും വധിക്കപ്പെട്ടതും. ഇനി യഥാർത്ഥ ഒറ്റുകാർ ആരാണ് എന്ന് തുറന്നു പറയാം. 2021 ഇലക്ഷനിൽ ക്രൈസ്തവരോട് അടുത്തുകൂടി വലിയ പ്രേമം കാണിച്ച് വോട്ട് ചോദിച്ച് വോട്ട് പെട്ടിയിൽ വീണ് കഴിഞ്ഞപ്പോൾ ഒറ്റുകാരന്റെ കുപ്പായം എടുത്തണിഞ്ഞത് മുസ്തഫയുടെ പാർട്ടിയാണ്. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി കക്കുകളി നാടകം മുതൽ വിഴിഞ്ഞത്തെ ചതി, ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് കൈമാറ്റം തുടങ്ങി എത്ര ഉദാഹരണങ്ങൾ എണ്ണി പറയാനുണ്ട്. മുസ്തഫയുടെ പാർട്ടിക്കാരും മുസ്തഫയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഇസ്ലാമിസ്റ്റുകളും ക്രിസ്തു വിശ്വാസത്തെ തകർക്കാൻ 18 അടവ് പയറ്റി തുടങ്ങിയിട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞു. എന്നിട്ടും ഇന്നും ക്രൈസ്തവ വിശ്വാസം ലോകത്തിൽ ഏറ്റവും അധികം പേർ വിശ്വസിക്കുന്ന വിശ്വാസമായി തന്നെ തല ഉയർത്തി നിൽക്കുകയാണ്. അതുകൊണ്ട് കൂടുതൽ മുസ്തഫമാർ പാർട്ടി ക്ലാസുകളിലെ ക്യാപ്സ്യൂളുകൾ എടുത്ത് ക്രൈസ്തവർ ആരെ ആരാധിക്കണമെന്ന് പഠിപ്പിക്കാൻ ഇനിയും വന്നാൽ കമ്മ്യൂണിസ്റ്റുകളും ഇസ്ലാമിസ്റ്റുകളും സഭയെ പീഡിപ്പിച്ച ചരിത്രം ഞങ്ങൾക്കും കൂടുതൽ ഉറക്കെ വിളിച്ചു പറയേണ്ടി വരും. അതുമൂലം നഷ്ടം മുസ്തഫ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിക്കും ഇസ്ലാമിസ്റ്റുകൾക്കും മാത്രമായിരിക്കും. ഇത് മറക്കാതിരുന്നാൽ നിങ്ങൾക്ക് നല്ലത്. ഒരു കാര്യം ക്രൈസ്തവർക്ക് മനസ്സിലായി. ക്രൈസ്തവർ ഒന്നിച്ചു നിൽക്കാൻ തുടങ്ങുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ ചിലർക്ക് വിറളി പിടിച്ചെന്ന്. അവരിൽ മുൻപന്തിയിൽ സഖാക്കളും ഇസ്ലാമിസ്റ്റുകളുമാണ് എന്നും ഇസ്ലാമിസ്റ്റുകളും സഖാക്കളും കൈകോർത്ത് ചില മാധ്യമങ്ങളെ കൂടി കൂട്ടുപിടിച്ച് ക്രൈസ്തവരെ വടക്കേ ഇന്ത്യയിലേക്ക് നോക്കാൻ പേടിപ്പിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു വർഷങ്ങളായി. കൂട്ടിന് സഭയ്ക്കുള്ളിൽ നിന്ന് സഭയെ നശിപ്പിക്കുന്ന വിരലിലെണ്ണാവുന്ന വൈദികരും ക്രൈസ്തവ നാമധാരികളും. അങ്ങനെ ശ്രദ്ധ തിരിച്ചു വിട്ടതിനാൽ കേരളം മറ്റൊരു അഫ്ഗാനിസ്ഥാനും സിറിയയുമായി മാറുന്നത് ക്രൈസ്തവർ തിരിച്ചറിയാൻ അല്പം വൈകിപ്പോയി എന്നത് സത്യമാണ്. എന്തായാലും അബദ്ധം പറ്റിയത് പറ്റിപ്പോയി. ഇനിയെങ്കിലും ആ അബദ്ധം ആവർത്തിക്കാതിരിക്കാനാണ് ക്രൈസ്തവർ ഇപ്പോൾ ഉണർന്ന് പ്രവർത്തിച്ച് തുടങ്ങിയിരിക്കുന്നത്. അതിന്റെ ആദ്യ മണികൾ തന്നെയാണ് കണ്ണൂരിലെ ആലക്കോട് 2 ദിവസം മുമ്പ് മുഴങ്ങിക്കേട്ടത്. ആദ്യ മണികൾ മുഴങ്ങിയപ്പോൾ തന്നെ ഇസ്ലാമിസ്റ്റുകളും സഖാക്കളും ഇങ്ങനെ വിറളി പിടിച്ചെങ്കിൽ തുടർമണികൾ കേൾക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? അക്കാര്യം ചിന്തിക്കുമ്പോൾ ഒരെത്തും പിടിയും കിട്ടുന്നില്ല എന്ന് തുറന്നു പറഞ്ഞുകൊള്ളട്ടെ.